വെൽക്കം ടു ഇംഗ്ലീഷ് ലോഞ്ച്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈസാമാറിനെ കുറിച്ചിട്ടാണല്ലേ. നമ്മൾ എന്താ പഠിച്ചത്? പ്രസന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന 3 പേരാണ് ഈസാമാർ എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബേസിക് റൂൾ ആണ് അറിഞ്ഞിരിക്കേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമ്മുടെ വേർബ് സിംഗുലർ ആകണം, സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ നമ്മുടെ വേർബ് പ്ലൂറൽ ആവണം. അതായത് സബ്ജക്റ്റ് ആയിട്ട് ഹി ഷീ ഇറ്റ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ആളാണ് ഈസ് എന്ന് പറയുന്നത്. ഐ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ പ്രസന്റില് എപ്പോഴും യൂസ് ചെയ്യേണ്ട ആളാണ് ആം എന്ന് പറയുന്നത്. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വി യു ദേ ഒക്കെ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ വേർബും പ്ലൂറൽ ആകും. അപ്പൊ നമ്മൾ പ്രസന്റിൽ യൂസ് ചെയ്യേണ്ടത് ആറാണ്, കാരണം ആറെന്ന് പറയുന്നത് ഒരു പ്ലൂറൽ ഓക്സിലറി ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു മലയാളത്തില് ആണ് എന്നൊരർത്ഥം കിട്ടാനാണ് ഈസാമാർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഐ ആം എ ടീച്ചർ, ഞാൻ ഇപ്പോഴും ടീച്ചർ തന്നെയല്ലേ, പ്രസന്റിൽ ഒരു കാര്യമല്ലേ പറയുന്നത്. ഐ ആം എ ടീച്ചർ, ഞാൻ ഇപ്പോഴും ടീച്ചറാണ്. അപ്പൊ ഐക്ക് അഥവാ സബ്ജക്റ്റിന് ശേഷം ആരാ വരേണ്ടത്? ഈസാമാറിൽ ഒരാളാണ് വരേണ്ടത്. ഇവിടെ ഐ സബ്ജക്റ്റ് ആയത് കാരണം നമ്മൾ അവിടെ ആം യൂസ് ചെയ്തു. ഇനി ഹി വാസ് എൻ എഞ്ചിനീയർ, അവനൊരു എഞ്ചിനീയർ ആണ് അല്ലെ. ഹി ഈസ് ആൻ എഞ്ചിനീയർ അല്ലെ, അവനൊരു എഞ്ചിനീയർ ആണ്. അപ്പൊ ഇവിടെ ഹി എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട ആളാരാണ്? ഈസ് ആണല്ലേ. അതായത് ഇപ്പോഴും അവൻ എഞ്ചിനീയർ തന്നെയല്ലേ, ഹി ഈസ് ആൻ എഞ്ചിനീയർ. അപ്പൊ പ്രസന്റിൽ ഒരു കാര്യം ആണ് എന്ന് പറയാനാണ് ഈസാമാർ യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ ഈസ് യൂസ് ചെയ്യുക, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ അവിടെ ആർ യൂസ് ചെയ്യുക. ഇപ്പൊ ഐ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നതെങ്കിൽ അവിടെ ആമും യൂസ് ചെയ്യുക. അപ്പൊ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റിലെ 2 പേരെ കുറിച്ചിട്ടാണ്. വാസ് ഓർ വേർ. വാസ് ഓർ വേർ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? പാസ്റ്റിനെ കാണിക്കാനാണല്ലേ. ഈസാമാർ പ്രസന്റിൽ യൂസ് ചെയ്യുന്നുവെങ്കിൽ വാസ് ഓർ വേർ യൂസ് ചെയ്യുന്നത് പാസ്റ്റിനെ കാണിക്കാനാണ്. മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ആയിരുന്നു അല്ലെ. ഞാനൊരു സോൾജിയർ ആയിരുന്നു, ഐ വാസ് എ സോൾജിയർ അല്ലെ. ഞാനൊരു സോൾജിയർ ആയിരുന്നു, നേരത്തെ ഞാനൊരു സോൾജിയർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ ഒരു സോൾജിയർ അല്ല. പാസ്റ്റില് ഞാൻ ചെയ്ത ഒരു കാര്യത്തെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, പാസ്റ്റില് ഒരു കാര്യം പാസ്റ്റില് പറയുന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും യൂസ് ചെയ്യേണ്ട 2 പേരാണ് വാസ് ഓർ വേർ എന്ന് പറയുന്നത്. ആയിരുന്നു എന്നാണ് മലയാളത്തിൽ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, വാസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പൊ നമുക്കറിയാം സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമ്മുടെ വേർബ് സിംഗുലർ ആകണം, സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ നമ്മുടെ വേർബ് പ്ലൂറൽ ആകണം. ഇത് ബേസിക് റൂൾ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇനി വാസ് എന്ന് പറയുന്നത് സിംഗുലർ പാസ്റ്റ് ഓക്സിലറിയും വേർ എന്ന് പറയുന്നത് പാസ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലൂറൽ ഓക്സിലറിയുമാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. വാസ് സിംഗുലറും വേർ പ്ലൂറലുമാണ്. പിന്നെ നമുക്കറിയാം ഒരു സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഏതൊക്കെയാ പേഴ്സണൽ പ്രൊനൗൺസ്, സിംഗുലർ പേഴ്സണൽ പ്രൊനൗൺസ്? ഹി ഉണ്ട്, ഷീ ഉണ്ട്, ഇറ്റ് ഉണ്ട്, ഐ ഉണ്ട് അല്ലെ. ഈസാമാറിൽ ഞാൻ പറഞ്ഞു ഐ വരെയാണെങ്കിൽ ആം ആണ് യൂസ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ പാസ്റ്റ് ടെൻസില് ഹി, ഷീ, ഇറ്റ്, ഐ എല്ലാം സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ അവിടെ ചേർക്കേണ്ട ആളാണ് വാസ്. സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ നമ്മുടെ വെർബ് സിംഗുലർ ആകണം. അപ്പോ ഹി, ഷീ, ഇറ്റ്, ഐ ഒക്കെ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ പാസ്റ്റിൽ യൂസ് ചെയ്യേണ്ട ആളാണ് വാസ്, കാരണം വാസ് സിംഗുലർ ആണ്. ഇനി സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലോ, അതായത് വി, യു, ദേ അല്ലേ. വി, യു, ദേ എന്നൊക്കെ പറയുന്നത് പ്ലൂറൽ അല്ലേ. അപ്പൊ ഇവര് വി, യു, ദേ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ പാസ്റ്റിൽ യൂസ് ചെയ്യേണ്ട ആളാണ് വെയർ. വേർ എന്ന് പറയുന്നത് പ്ലൂറൽ ഓക്സിലറി ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, വാസ് സിംഗുലറും വേർ പ്ലൂറലുമാണ്. ഹി, ഷീ, ഇറ്റ്, ഐ ഒക്കെ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ പാസ്റ്റിൽ യൂസ് ചെയ്യേണ്ടത് വാസും, വി, യു, ദേ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ പാസ്റ്റിൽ യൂസ് ചെയ്യേണ്ടത് വേറുമാണ്. മലയാളത്തിൽ ആയിരുന്നു എന്ന് കാണിക്കാനാണ് ഇംഗ്ലീഷിൽ വാസ് ഓർ വേർ യൂസ് ചെയ്യുന്നത്. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കാണാം അല്ലേ. ഐ വാസ് ടയേർഡ് ലാസ്റ്റ് നൈറ്റ്. ഇവിടെ പറയുന്ന എന്താണ്? I was tired last night. അല്ലേ?
ഇന്നലെ രാത്രി ഞാൻ വളരെ ക്ഷീണിതയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വളരെ ടയേർഡ് ആയിരുന്നു. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലാസ്റ്റ് നൈറ്റ് ഓർ പ്രീവിയസ് നൈറ്റ് എന്നൊക്കെ പറയുന്നത് ഇന്നലത്തെ കാര്യമാണ് അല്ലെ. ഇന്നലെ രാത്രി ഞാൻ വളരെ ടയേർഡ് ആയിരുന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ ഈ ആയിരുന്നു എന്നൊരർത്ഥം ഇംഗ്ലീഷിൽ കിട്ടാൻ നമ്മൾ എന്താ ചെയ്യുക? സബ്ജക്റ്റിന് ശേഷം ഒന്നെങ്കിൽ വാസ് ഓർ വേർ യൂസ് ചെയ്യണം. ഇവിടെ ഐ ആണ് സബ്ജക്റ്റ്. സോ നമുക്കറിയാം ഐ വരെയാണെങ്കിൽ ഐ സിംഗുലർ ആണ്, വാസ് ആണ് യൂസ് ചെയ്യുക. ഐ വാസ് ടയേർഡ് ലാസ്റ്റ് നൈറ്റ്. ഇനി നമുക്ക് പറയാം there were students അല്ലെ. they were students. അവർ സ്റ്റുഡൻസ് ആയിരുന്നു അല്ലെ. അവർ സ്റ്റുഡൻസ് ആയിരുന്നു എന്നല്ലേ പറയുന്നത്. അതായത് നേരത്തെ അവര് സ്റ്റുഡൻസ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ അവര് സ്റ്റുഡൻസ് അല്ല. ഇവിടുത്തെ സബ്ജക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ദേ അല്ലേ, ദേ പ്ലൂറൽ അല്ലേ. അപ്പൊ പാസ്റ്റിൽ യൂസ് ചെയ്യേണ്ട പ്ലൂറൽ ഓക്സിലറി ഏതാണ്? വേർ അല്ലേ. നമുക്കറിയാം സബ്ജക്റ്റ് പ്ലൂറൽ ആവുമ്പോൾ വെർബ് പ്ലൂറൽ ആവണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വേർ യൂസ് ചെയ്തത്. പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസും കൂടി നമുക്ക് കണ്ടു നോക്കാം. അടുത്തത് നമ്മൾ പറയാണ് യു were sad in the evening. You were sad in the evening. What happened? അല്ലേ? You were sad in the evening. What happened? നീ വൈകുന്നേരം വളരെ വിഷമത്തിലായിരുന്നല്ലോ, എന്തു പറ്റി നമ്മൾ ചോദിക്കാറില്ലേ? ഇവിടെ ഞാൻ കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? യു ആർ സാഡ് ഇൻ ദി ഈവനിങ് എന്ന് പറയുന്നുണ്ടല്ലേ. വൈകുന്നേരം നീ വളരെ വിഷമത്തിലായിരുന്നല്ലോ, എന്തു പറ്റി? വൈകുന്നേരത്തെ കാര്യമല്ലേ പറയുന്നത്. വൈകുന്നേരം നീ സാഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതായത് പാസ്റ്റ്, നേരത്തെ കഴിഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ ആരൊക്കെ യൂസ് ചെയ്യുക? വാസ് ഓർ വേറിനെയാണ് യൂസ് ചെയ്യേണ്ടത്. നമുക്കറിയാം യു എന്ന് പറയുന്നത് പ്ലൂറൽ അല്ലേ. സോ നമ്മുടെ വെർബ് പ്ലൂറലായി നമ്മളിവിടെ വേർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലൂറൽ വെർബ് ആണ് വേർ എന്ന് പറയുന്നത്, പാസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കാം. We were in the park. We were in the park yesterday. അല്ലേ? We were in the park yesterday. ഇവിടെയും കൃത്യമായിട്ട് പറയുന്നുണ്ട് യെസ്റ്റർഡേത്തെ കാര്യമാണ് പറയുന്നത് അല്ലേ. ഇന്നലെ ഞങ്ങൾ പാർക്കിൽ ആയിരുന്നു. ഇന്നലത്തെ കാര്യമല്ലേ പറയുന്നത്, കഴിഞ്ഞ ഒരു കാര്യമല്ലേ. അപ്പൊ അത് പാസ്റ്റ് അല്ലേ. അപ്പൊ സബ്ജക്റ്റിന് ശേഷം ആരൊക്കെ വരേണ്ടത്? വാസ് ഓർ വേർ അല്ലേ. ഇവിടെ ബി അല്ലേ സബ്ജക്റ്റ്, ഞങ്ങൾ എന്നല്ലേ പറയുക. സബ്ജക്റ്റ് പ്ലൂറൽ അല്ലേ. അപ്പൊ അവിടെ ആരെ യൂസ് ചെയ്യേണ്ടത്? വേർ ആണ് യൂസ് ചെയ്യേണ്ടത്. We were in the park yesterday. അടുത്ത നോക്കിയാലോ. I was a teacher. I was a teacher. ഞാനൊരു ടീച്ചർ ആയിരുന്നു. നേരത്തെ ഞാനൊരു ടീച്ചർ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാനൊരു ടീച്ചർ അല്ല. നേരത്തെ കാര്യമാണ് പറയുന്നത്. വാസ് വന്ന അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നേരത്തെ അല്ലെങ്കിൽ പണ്ടായിരുന്നു എന്നാണല്ലേ. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്ന ഐ ആണ്. ഐ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്കറിയാം പാസ്റ്റിൽ യൂസ് ചെയ്യേണ്ട ആളെന്ന് പറയുന്നത് വാസ് ആണ്. അടുത്ത നോക്കാം. There were farmers. There were farmers. അവർ ഫാമേഴ്സ് ആയിരുന്നു അല്ലെ. നേരത്തെ അവർ ഫാമേഴ്സ് ആയിരുന്നു, പക്ഷെ ഇപ്പൊ അവർ ഫാമേഴ്സ് അല്ല അല്ലെ. ആയിരുന്നതിനെ കുറിച്ചല്ലേ പറയുന്നത്. വാസ് ഓർ വേർ അല്ലേ. നോക്കിക്കേ, സബ്ജക്റ്റ് ആയിട്ട് ദേ അല്ലേ വന്നേക്കുന്നത്. അപ്പൊ സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോ നമ്മുടെ വേർബ് പ്ലൂറൽ ആകണ്ടേ. വേർ യൂസ് ചെയ്തു. There were farmers. അടുത്തത് നമുക്ക് നോക്കാം. They were in Canada last summer. They were in Canada last summer. കഴിഞ്ഞ സമ്മറിൽ അവർ കാനഡയിലായിരുന്നു. കണ്ടോ, ലാസ്റ്റ് സമ്മർ എന്ന് വെച്ചാൽ കഴിഞ്ഞ വേനൽക്കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ സമ്മർ സീസണിൽ അവർ കാനഡ ആയിരുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും ആയിരുന്നു എന്നാണ് പറയുക. പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. നോക്കിക്കേ, സബ്ജക്റ്റ് ഇവിടെ ദേ ആണ്, പ്ലൂറൽ ആണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ വേർബ് പ്ലൂറൽ ആകണം. വേർ യൂസ് ചെയ്തു. സോ ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്.
പാസ്റ്റില് ആയിരുന്നു എന്ന് കാണിക്കാൻ യൂസ് ചെയ്യുന്ന രണ്ട് പേരാണ് വാസ് ഓർ വേർ എന്ന് പറയുന്നത്. ഇതില് വാസ് സിംഗുലറും വേർ പ്ലൂറലുമാണ്. ബേസിക് റൂള് നമുക്കറിയാം, സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വേർബ് സിംഗുലർ ആകണം, സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ വേർ പ്ലൂറൽ ആകണം, വേർബ് പ്ലൂറൽ ആകണം അല്ലേ. ഇവിടെ ഹി, ഷീ, ഇറ്റ്, ഐ ഇവയൊക്കെ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ കൂടെ ചേർക്കേണ്ട ആളാണ് ആരെന്ന് പറയുന്നത്, വാസ് എന്ന് പറയുന്നത്. അടുത്തത് വി, യു, ദേ അല്ലെ. വി, യു, ദേ സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ കൂടെ ചേർക്കേണ്ട ആളാണ് വേർ എന്ന് പറയുന്നത്. ഇത് രണ്ടും പാസ്റ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാസ് സിംഗുലറും വേർ പ്ലൂറലുമാണ്. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്